പണ്ട് പണ്ട് മയിലുകൾക്ക് മനോഹരമായ മയിൽപ്പീലികൾ ഉണ്ടായിരുന്നില്ല. അവ കാട്ടിലെ മറ്റു പക്ഷികളെ പോലെ സാധാരണ തൂവലുകളും ചിറകുകളുമുള്ള പക്ഷികളായിരുന്നു. അങ്ങനെയിരിക്കെ കാട്ടിലെ മറ്റു പക്ഷികളെ അപേക്ഷിച്ച് തനിക്ക് കൂടുതൽ സൗന്ദര്യം വേണമെന്ന ആഗ്രഹം മയിലിനുണ്ടായി. തൻ്റെ ആഗ്രഹം സാധിക്കുവാനായി അവൻ തപസ് ചെയ്യുവാൻ തുടങ്ങി. അവൻ്റെ തപസ്സിൽ പ്രീതിപ്പെട്ട് വനദേവത പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ ആഗ്രഹത്തെപ്പറ്റി മയിൽ വനദേവതയോട് പറഞ്ഞു. എനിക്ക് മറ്റുള്ളവരെക്കാൾ സുന്ദരനാകണം. അതിനെനിക്ക് മനോഹരമായ നീണ്ട പീലികൾ വേണം. മയിൽ ആഗ്രഹിച്ചതുപോലെ വരം നൽകി വനദേവത അപ്രത്യക്ഷയായി. തനിക്ക് പുതിയതായി കിട്ടിയ മനോഹരമായ പീലികൾ വിരിച്ച് മയിൽ കാട്ടിലൂടെ നടക്കുവാൻ തുടങ്ങി. കാട്ടിലെ മറ്റേതു പക്ഷിക്കും അസൂയ തോന്നുന്നത്ര സൗന്ദര്യം അപ്പോൾ അവനുണ്ടായിരുന്നു. താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാവരെക്കാൾ സുന്ദരനാകാൻ കഴിഞ്ഞതിൽ മയിൽ സന്തോഷിച്ചു. അപ്പോഴാണ് ഒരു പരുന്ത് ആകാശത്തിൽ പൊങ്ങിപ്പറക്കുന്നത് അവൻ കണ്ടത്. പറക്കുവാൻ ആഗ്രഹം തോന്നിയ മയിൽ ചിറക് വിരിച്ച് അവനോടൊപ്പം പറന്നു പൊങ്ങുവാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ പീലികൾക്ക് നല്ല ഭാരമുണ്ടായിരുന്നതിനാൽ നിലത്തുനിന്നും അല്പം പറന്നു പൊങ്ങുവാനല്ലാതെ പഴയതുപോലെ ആകാശത്തിലേക്ക് പറന്നുയരുവാൻ അവന് സാധിക്കുമായിരുന്നില്ല. തൻ്റെ സൗന്ദര്യത്തിന് പകരം താൻ കൊടുക്കേണ്ടി വന്ന വിലയാണ് തൻ്റെ സ്വാതന്ത്ര്യമെന്ന് മയിൽ മനസ്സിലാക്കി. അന്നു മുതൽ മയിലുകൾ പറക്കുവാൻ കഴിവില്ലാതെ നിലത്തുകൂടി നടക്കുന്ന പക്ഷികളായി ജീവിക്കുവാൻ തുടങ്ങി.